الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين الفائزين برضا الله أما بعد. وعن أبي هريرة رضي الله عنه قال رسول الله صلى الله عليه وسلم صلاة الرجل في جماعة تزيد على صلاته في سوقه وبيته 20 درجة، وذلك أن أحدهم إذا توضأ فأحسن الوضوء ثم أتى المسجد لا يريد إلا الصلاة لا ينهزه إلا الصلاة لم يخطو خطوة إلا رفع له بها درجة وحط عنه بها خطيئة حتى يدخل المسجد، فإذا دخل المسجد كان في الصلاة ما كانت الصلاة هي تحبسه، والملائكة يصلون على أحدكم ما دام في مجلسه الذي صلى فيه يقولون اللهم ارحمه اللهم اغفر له ثم اللهم تب عليه ما لم يؤذ فيه ما لم يحدث فيه. متفق عليه. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ തൊട്ടുള്ള ഹദീസാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി മഹാനവർകൾ പറയുകയാണ്, സ്വലാത്തുർ റജുലി ഫി ജമാഅ, ഒരു പുരുഷൻ്റെ നിസ്കാരം, സ്വലാത്തുർ റജുൽ പുരുഷൻ്റെ നിസ്കാരം, ഫി ജമാഅത്തിൻ ജമാഅത്തിലുള്ള നിസ്കാരം, തസീദു അലാ സ്വലാത്തിഹി ഫി സൂഖിഹി അവൻ്റെ നിസ്കാരത്തിനേക്കാൾ അധികരിക്കും, ഫി സൂഖിഹി അവൻ്റെ കടയിൽ നിന്ന് അങ്ങാടിയിൽ നിന്ന്, വബൈത്തിഹി അവൻ്റെ വീട്ടിൽ നിന്ന്, 20 ദറജ 20 ചില്ലുവാനും ദറജകൾ അധികരിക്കും. വദാലിക അന്ന അഹദഹും അത് നിങ്ങളിൽ നിന്നുള്ള ഒരാൾ അവരിൽ നിന്നുള്ള ഒരാൾ ഇദാ തവല്ലഅ വുളൂ ചെയ്തു, ഫഅഹ്സനൽ വുളൂഅ വുളൂഇനെ നന്നാക്കുകയും ചെയ്തു, സുമ്മ അത്തൽ മസ്ജിദ പിന്നെ പള്ളിയിലേക്ക് വന്നു, ലാ യുരീദു ഇല്ല സ്വലാഹ് നിസ്കാരമല്ലാത്ത മറ്റൊരു ഉദ്ദേശവും ഇല്ല, ലാ യൻഹസുഹു ഇല്ല സ്വലാഹ് നിസ്കാരമല്ലാതെ അവനെ വീട്ടിൽ നിന്ന് പുറപ്പെടുവിച്ചിട്ടുമില്ല. ഇങ്ങനെ വന്നാൽ ലം യഖ്തു ഖുതുവതൻ ഓരോ കാലടികൾ വെക്കുമ്പോഴും ഇല്ലാ റുഫിഅ ലഹു ദറജ അവന് ഒരു ദറജ ഉയർത്തപ്പെടാതിരിക്കുകയില്ല, വഹുത്ത അൻഹു ബിഹാ ഖതീഅ ഒരു പാപം പൊറുക്കപ്പെടാതിരിക്കുകയും ഇല്ല, ഹത്താ യദ്ഖുലൽ മസ്ജിദ് പള്ളിയിൽ എത്തുന്നത് വരെ. ഫഇദാ ദഖലൽ മസ്ജിദ പള്ളിയിൽ പ്രവേശിച്ചാൽ കാന ഫിസ്സലാ അവൻ നിസ്കാരത്തിലുള്ളതുപോലെയായി നിസ്കാരത്തിലുള്ളവനായി, മാ കാനത്തി സ്വലാത്തു ഹിയ തഹ്ബിസുഹു അവൻ നിസ്കാരത്തിന് വേണ്ടി എത്ര സമയം വെയിറ്റ് ചെയ്യുന്നുവോ അത്രയും സമയം അവൻ നിസ്കാരത്തിലാണ്. വൽ മലായികത്തു യുസല്ലൂന അലാ അഹദിക്കും മലക്കുകൾ നിങ്ങൾ ഓരോരുത്തരുടെ മേലും സ്വലാത്ത് ചെല്ലുന്നുണ്ട്, മാദാമ ഫീ മജ്ലിസിഹി അല്ലദീ സ്വല്ലാ ഫീ നിസ്കരിച്ച സ്ഥലത്ത് എത്ര സമയം ഇരിക്കുന്നുവോ അത്രയും സമയം. യഖൂലൂന ആ മലക്കുകൾ പറയും അല്ലാഹുമ്മ അർഹംഹു അല്ലാഹുവേ നീ ഇവന് റഹ്മത്ത് ചെയ്യണേ, അല്ലാഹുമ്മ ഗ്ഫിർ ലഹു അല്ലാഹുവേ നീ ഇവന് പുറത്തു കൊടുക്കണേ, അല്ലാഹുമ്മ തുബ് അലൈഹി അല്ലാഹുവേ അവൻ്റെ പശ്ചാത്താപം നീ സ്വീകരിക്കണേ, മാ ലം യുഅ്ദി ഫീഹി ബുദ്ധിമുട്ടിക്കാത്തിടത്തോളം കാലം, മാ ലം യുഹ്ദിസ് ഫീഹി അവൻ അശുദ്ധിക്കാരനാവാത്തിടത്തോളം കാലം. ഒരു വലിയ സംഭവമാണ്, വലിയൊരു കാര്യമാണ് ഈ ഹദീസിൻ്റെ ഓരോ ഭാഗങ്ങളും ഓരോ അക്ഷരങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത്. ഒന്ന് സ്വലാത്തുർ റജുൽ പുരുഷൻ്റെ നിസ്കാരം. അവിടെ സലാത്ത് മനുഷ്യൻ്റെ നിസ്കാരം എന്നല്ല പറഞ്ഞത്, റജുലാണ് പുരുഷൻ്റെ നിസ്കാരം, സ്ത്രീയുടെ അല്ല. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ തന്നെ പറഞ്ഞിട്ടുള്ളത്. ഫി ജമാഅത്തിൻ ജമാഅത്തിലുള്ള നിസ്കാരം, ജമാഅത്തായിട്ടുള്ള നിസ്കാരം. ഇത് ഉറപ്പാണ് പള്ളിയിലുള്ള നിസ്കാരം എന്ന് പറയുന്നുണ്ട്, ശേഷം പറയുന്നുണ്ട്. അപ്പോൾ പുരുഷൻ പള്ളിയിൽ വെച്ച് നിസ്കരിക്കണതിനെ കുറിച്ചാണ് ആ പറയണത്, പെണ്ണിനെ കൂട്ടിയിട്ടില്ല. തസീദു അല സ്വലാത്തിഹി ഫി സുഖിഹി വ ബൈത്തിഹി 20 ദർജ. അവൻ വീട്ടിൽ നിസ്കരിക്കുന്നതിനേക്കാളും
പള്ളിയിൽ അങ്ങാടിയിൽ അവൻ്റെ കടയിൽ നിസ്കരിക്കുന്നതിനേക്കാളും 20 ചില്ലുവാനും ഇരട്ടി പ്രതിഫലം അവന് ലഭിക്കും. വീട്ടിൽ ഇത് ഫർദ് നിസ്കാരത്തിനെ കുറിച്ചാണ് കേട്ടോ. ജമാഅത്തായിട്ട് നിസ്കരിക്കൽ സാധാരണ ഫർദ് നിസ്കാരമാണ്. പിന്നെ അപൂർവമായിട്ടുള്ള തറാവീഹ് പോലെയുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ. അപ്പോൾ ഈ നിസ്കാരങ്ങളൊക്കെ വീട്ടിൽ വെച്ചോ അല്ലെങ്കിൽ കടയിൽ വെച്ച് നിസ്കരിക്കുകയോ ചെയ്യുന്നതിനേക്കാളും 20 ചില്ലുവാനും ഇരട്ടി പ്രതിഫലമുണ്ട്. അത്രയും വലിയ ദറജ ഉണ്ടാവും. വദാലിക, അതെങ്ങനെയാണ്? അന്നഹദുഹും ഇദാ തവല്ലാ ഫഅഹ്സന വുളുഅ, അതിൻ്റെ രൂപം ഇങ്ങനെയാണ്. എന്താണ്? വീട്ടിൽ വെച്ച് തന്നെ വുളു ഉണ്ടാക്കി അത് നന്നായി ചെയ്തു എന്നാണ്. ഫഅഹ്സനൽ വുളു, ആ വുളുവിനെ നന്നാക്കി എന്നാണ്. എങ്ങനെ വുളു നന്നാവലാണാവോ? വുളുവിന് ഫർളുകളുണ്ട്, ഷർത്തുകളുണ്ട്, സുന്നത്തുകളുണ്ട്, ആദാബുകളുണ്ട്. ഇതെല്ലാം പരിപൂർണമായിട്ട് ചെയ്യലാണ് വുളു നന്നാവുക എന്ന് പറയുന്നത്. തല തടവണ മുഴുവൻ തടയേണ്ടി വരും, മുഖം കഴുകണത് ശ്രദ്ധിക്കേണ്ടി വരും, മുഖത്തിൻ്റെ ചുറ്റുഭാഗത്തുള്ള ഭാഗങ്ങളും കൂടി ഉൾപ്പെടുത്തേണ്ടി വരും, കയ്യും കാലൊക്കെ കയറ്റി കഴുകേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് ദുആ, ഖിബലക്ക് തിരിഞ്ഞു നിന്ന് കയ്യും കണ്ണും ആകാശത്തേക്ക് ഉയർത്തിയിട്ട് ദുആ ചെയ്യേണ്ടി വരും. പിന്നെ ഇതിലുള്ള ദിക്റുകളും കാര്യങ്ങളൊക്കെ കൊണ്ടുവരേണ്ടി വരും. ഇങ്ങനെയൊക്കെ നന്നായിട്ട് സാവധാനം, ഒരിക്കലും തിരക്ക് കൂട്ടിയിട്ട് ഓതോ ചെയ്യരുത് എന്നാണ്. തിരക്ക് കൂട്ടി, അതല്ലെങ്കിൽ എന്ത് കാര്യം നമുക്ക് നന്നായിട്ട് ചെയ്യണമെങ്കിൽ തിരക്കൂട്ടി ചെയ്താൽ ശരിയാവില്ലല്ലോ. എന്ത് കാര്യമാണെങ്കിലും നന്നായിട്ട് ചെയ്യണമെങ്കിൽ തിരക്ക് കൂട്ടി ചെയ്യാൻ പറ്റില്ല, അത് നന്നാവൂല. അപ്പോൾ വളരെ സാവധാനം സമയം അതിനു വേണ്ടി മാറ്റി വെച്ച്, പിന്നെ നമുക്കുള്ള തിരക്കുകൾ അതൊക്കെ നമ്മൾ ഉണ്ടാക്കിയ തിരക്കുകളാണ്, അല്ലാണ്ട് അല്ലാഹു തആല നമുക്ക് തന്ന തിരക്കൊന്നുമല്ലല്ലോ. നമ്മളായിട്ട് ഉണ്ടാക്കിയ കുറേ തിരക്കുകളാണ് നമുക്കിതിനൊക്കെ സമയമില്ലാതിരിക്കുന്നത്. ദുനിയാവിൻ്റെ പിന്നാലെ അങ്ങനെ പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ നല്ലപോലെ വുളു ഉണ്ടാക്കി. എന്നിട്ടോ സുമ്മാത്തൽ മസ്ജിദ, പിന്നെയാണ് പള്ളിയിലേക്ക് വരുന്നത്. പള്ളിയിലേക്ക് വന്നിട്ട് ഒതുണ്ടാക്കലല്ല, പിന്നെയാണ് പള്ളിയിലേക്ക് വരുന്നത്. പിന്നെ എന്തിനാ ഇവിടെ ഒതുണ്ടാക്കാനുള്ള സംവിധാനം? അത് ഇവിടെ വന്നിട്ട് അങ്ങനെ മുറിഞ്ഞാൽ പിന്നെ വീട്ടിലേക്ക് പോകണ്ടല്ലോ വെച്ചിട്ടാണ്. ഇവിടെ വന്നിട്ട് അങ്ങനെ മുറിയേ അല്ലെങ്കിൽ വരുന്ന വഴിക്ക് അങ്ങനെ മുറിയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ഒതുണ്ടാക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ പോകാം, അല്ലെങ്കിൽ വീട്ടിൽ പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത് ഒതു മുറിഞ്ഞ് അത് പിന്നെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞാൽ പ്രയാസമല്ല. അതിനാണ് ശരിക്കും പള്ളിയിൽ ഒതുവിൻ്റെ സംവിധാനം ഉള്ളത്. ഒതു എടുക്കേണ്ടത് വീട്ടിൽ നിന്നാണ്. കാരണം അത് ശേഷം പറയുമ്പോൾ മനസ്സിലാവും. സുമ്മാത്തൽ മസ്ജിദ, പിന്നെ അവൻ പള്ളിയിലേക്ക് വന്നു. ലാ യുരീദു ഇല്ല സ്വലാ, നിസ്കാരമല്ലാതെ വേറൊരു ഉദ്ദേശം അവനില്ല. എന്തുദ്ദേശമില്ല? പള്ളിക്ക് കണ്ടില്ലെങ്കിൽ എന്താ ഇപ്പോൾ ആൾക്കാർ ചോദിക്കോ? അങ്ങനെയുള്ള ഉദ്ദേശങ്ങളൊന്നുമില്ല. അവൻ നിസ്കാരം മാത്രമാണ് ഉദ്ദേശമുള്ളൂ. ലാ യൻഹസു ഇല്ല സ്വലാ, നിസ്കാരത്തിന് വേണ്ടി അല്ലാതെ അവൻ പുറപ്പെട്ടിട്ടുമില്ല. ലം യഖ്തു ഖുതുവത, കണ്ടോ? അങ്ങനെ ഓരോ കാലടി വെക്കുമ്പോഴും അവൻ്റെ പാപങ്ങൾ പൊറുക്കും, അവൻ്റെ ദറജകൾ അധികരിക്കുന്നതാണ്. ഈ ഹദീസിൽ ഇത്രേ പറയുന്നുള്ളൂ. അവൻ്റെ പാപങ്ങൾ പൊറുക്കുകയും അവൻ്റെ സ്ഥാനങ്ങൾ അധികരിക്കുകയും ചെയ്യും. സ്വർഗത്തിൽ എല്ലാവർക്കും ഒരേ സ്ഥാനമല്ലല്ലോ. സ്വർഗത്തിൽ VIP ലോഞ്ചും VVIP ലോഞ്ചും ഒരുപാട് ലോഞ്ചുകളുണ്ടല്ലോ. അവർക്കൊക്കെ വ്യത്യസ്ത കാറ്റഗറികളായിരിക്കും. അവരുടെ ഫെസിലിറ്റീസ് വ്യത്യാസം ഉണ്ടാവും. നമുക്ക് ഒരു 5 സ്റ്റാർ ഹോട്ടലും 7 സ്റ്റാർ ഹോട്ടലും 3 സ്റ്റാർ ഹോട്ടലൊക്കെ വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ ഈ രീതിയിൽ ഒരുപാട് ദറജകളുണ്ട് സ്വർഗത്തിൽ. അപ്പം ഈ ദറജ എങ്ങനെ കൂട്ടുക? ദറജ കൂട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ ക്യാഷ് അടച്ചിട്ടൊന്നും കാര്യമില്ല. ഇവിടെ കുറച്ച് എക്സ്ട്രാ ക്യാഷ് അടയ്ക്കുക, അതല്ല. ദറജ കൂട്ടണമെങ്കിൽ ദറജ കൂടാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ ചെയ്യണം. അങ്ങനെ ചെയ്താൽ അവൻ എന്ത് ചെയ്യും? ദറജ കൂട്ടും. അപ്പോൾ കാലടി വെക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പരമാവധി വണ്ടി ഒഴിവാക്കണം. നടന്നു വരാൻ ഉള്ള ദൂരെ ഉള്ളൂ എങ്കിൽ എന്ത് ചെയ്യണം? പിന്നെ നടന്നു വരാനുള്ള ശ്രമം നടത്തണം. അങ്ങനെ എന്ത് ചെയ്തു? അങ്ങനെ ഓരോ കാലടി വെച്ച് ഇദ്ദേഹം സ്വർഗത്തിലേക്ക്, പള്ളിയിലേക്ക് വന്നു. ഹത്താ യദ്ഖുലുൽ മസ്ജിദ, അങ്ങനെ പള്ളിയിൽ പ്രവേശിച്ചു. ഫഇദാ ദഖലൽ മസ്ജിദ കാന ഫി സ്വലാഹ്, അവൻ പള്ളിയിൽ കയറിയാൽ പിന്നെ നിസ്കാരത്തിലായി, നിസ്കാരത്തിൽ തന്നെയായി. മാ കാനത്തി സ്വലാത്തു ഹിയ തഹ്ബിസു, എത്ര നേരാണോ നിസ്കാരത്തിന് വേണ്ടി അവൻ വെയിറ്റ് ചെയ്യുന്നത് അത്രയും സമയം നിസ്കാരത്തിലാണ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ആ സമയത്തിരുന്ന് ചെല്ലുന്ന ദിക്റിനും സ്വലാത്തിനും ദുആക്കും ഒക്കെ നിസ്കാരത്തിലുള്ള സ്വലാത്തിൻ്റെയും ദിക്റിൻ്റെയും ദുആയുടെയും ഒക്കെ പ്രതിഫലം ഉണ്ടാവുന്നു. മനസ്സിലാവുണ്ടോ? ആ പള്ളിയിലേക്ക് കുറച്ച് നേരത്തെ വന്ന് അങ്ങനെ കാത്തിരുന്നാൽ
ആ സമയം അത്രയും നിസ്കാരത്തിലുള്ളതുപോലെയുള്ള പ്രതിഫലം അവനുണ്ടാകും. വൽ മലായികത്തു യുസല്ലൂന അലാ അഹദിക്കും, മാത്രമല്ല മലക്കുകൾ നിങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കും. മാദാമ ഫീ മജ്ലിസിഹി അല്ലദീ സ്വല്ലാ ഫീ, നിസ്കരിച്ച ആ സ്ഥലത്ത് എത്ര സമയമാണോ ഇരിക്കുന്നത് അത്രയും സമയം മലക്കുകൾ സ്വലാത്ത് ചെല്ലും. അപ്പം നിസ്കാരം കഴിഞ്ഞ ഉടനെ തട്ടിക്കുടഞ്ഞ് നീച്ച് പോവരുത് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. നിസ്കാരം കഴിഞ്ഞ ഉടനെ ഒരു മനുഷ്യൻ എഴുന്നേറ്റ് പോകുന്നത് കണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചതെന്താ വെച്ചാൽ, എങ്ങോട്ടാണ് നീ തിരക്കൂട്ടി ഓടുന്നത്? മുനാഫിഖിനെ പോലെന്ന്. മുനാഫിഖിനെ പോലെ നീ എങ്ങോട്ടാണ് ഈ പോകുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ആ ചങ്ങായി പിന്നെ കാഫിറായിട്ട് ചാവുകയും ചെയ്തു. അത് വേറെ വിഷയം, വിശദമായിട്ടുള്ള ചരിത്രമാണ്. അപ്പോൾ നിസ്കാരം കഴിഞ്ഞ ഉടനെ തട്ടിക്കുടഞ്ഞ് നീച്ച് പോകുന്നത് എന്തോ ഒരു കുടുങ്ങിയിട്ട് വന്ന പോലെ, അത് പറ്റൂല എന്നാ. അപ്പോൾ നിസ്കാരം കഴിഞ്ഞാൽ എത്ര സമയം നീ അവിടെ ഇരിക്കുന്നോ അത്രയും സമയം നമ്മൾ ദുആ ചെയ്തില്ലെങ്കിൽ പോലും മലക്കൾ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുന്നുണ്ട്. അവരുടെ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അല്ലാഹുമ്മ റഹംഹു, അല്ലാഹുവേ ഈ മനുഷ്യനെ നീ റഹ്മത്ത് ചെയ്യണേ, ഈ മനുഷ്യനെ നീ കരുണ ചെയ്യണേ. അല്ലാഹുമ്മഗ്ഫിർ ലഹു, അല്ലാഹുവേ ഈ മനുഷ്യനെ നീ പുറത്തു കൊടുക്കണമേ. അല്ലാഹുമ്മ തുബ് അലൈഹി, അല്ലാഹുവേ ഇവൻ്റെ പശ്ചാത്താപം നീ സ്വീകരിക്കണേ. ഇത് നമുക്ക് മലക്കുകൾ നമുക്ക് വേണ്ടി അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ആ വെറുതെ ഇരുന്നാൽ പോലും പ്രതിഫലമാണ് നടത്തും. ഒന്നും ചെല്ലാൻ അറിയില്ല, വേണ്ട. നിനക്കൊന്നും ചെല്ലാൻ അറിയില്ലേ, വേണ്ട, നീ അവിടെ ഇരുന്നോ. ഇവിടെ അൽഹംദുലില്ലാ അള്ളാഹുടെ തൗഫീഖ് കൊണ്ട് വല്ലാതെ നീച്ചോണ് കാണാറില്ല. ചില സമയത്ത് ആയത്തുൽ കുർസി അങ്ങോട്ട് തുടങ്ങുമ്പോൾ കാണാൻ കുറേ ആൾക്കാർ നീച്ചോണ്. ഓല വിചാരം ആയത്തുൽ കുർസി ഓല് പോകാൻ വേണ്ടി ചെല്ലണതാണെന്നാ, അങ്ങനെ കാണാം. എന്താ ഉറക്കത്തിലാണെന്ന് തോന്നുന്നുണ്ട് എല്ലാവരും. അല്ലാഹുമ്മ ഗ്ഫിർ ലഹു അല്ലാഹുമ്മ തുബ് അലൈഹി, അല്ലാഹുവേ നീ അവരുടെ മേൽ എന്ത് ചെയ്യണം? പശ്ചാത്താപം സ്വീകരിക്കണേ എന്ന് അവർ ദുആ ചെയ്തുകൊണ്ടിരിക്കും. ഏതുവരെ? മാലം യുഹ്ദിഥ് ഫീഹി മാലം യുഹ്ദിഥ് ഫീഹി, അവിടെ വെച്ച് ഒരാളെയും ബുദ്ധിമുട്ടിക്കാത്തിടത്തോളം കാലം, അവിടെ വെച്ച് പിന്നെ അശുദ്ധി ആകാത്തിടത്തോളം കാലം. എന്താണ് ഈ ബുദ്ധിമുട്ടിക്കുക, അശുദ്ധി ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞാൽ, പള്ളിയിൽ വെച്ച് ഉള്ള സംസാരം അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. പള്ളിയിൽ വെച്ച് ദുന്യവിയായ കാര്യം സംസാരിച്ച് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലേ. ഒരു വർത്താനം ദുന്യവിയായത് പറഞ്ഞു കഴിഞ്ഞാൽ 40 വർഷത്തെ അമലുകൾ ബാത്തിലാവുന്ന അറിയാത്ത ഒരു മനുഷ്യൻ ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ഏതായാലും ഉണ്ടാവില്ല. എന്നാലോ വർത്താനം പറയാത്തവരുണ്ടാവില്ല മിക്കവാറും. അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. നമുക്കിതെല്ലാം അറിയാം. ബാങ്ക് കൊടുക്കുമ്പോൾ സംസാരിക്കാൻ പാടില്ല എന്നറിയാം, പള്ളിയിൽ വെച്ചിട്ട് ദുന്യവിയായ കാര്യങ്ങൾ പറയാൻ പാടില്ല എന്നറിയാം, പിന്നെ അതുപോലെ ഇതെല്ലാം നമുക്കറിയാം. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ അത് ചെയ്യുന്നുണ്ട്. അത് വളരെയധികം ശ്രദ്ധിക്കണം. കാരണം നമ്മൾ എത്ര ചെയ്യൂല എന്ന് വിചാരിച്ചാലും ചെയ്തു പോകുന്ന വലിയ തെറ്റാണ്. 40 വർഷത്തെ അമല് പോയി എന്ന് പറഞ്ഞ പിന്നെ നമുക്ക് എന്താ ബാക്കി ഉണ്ടാവുക? ഒരൊറ്റ സംസാരത്തിനാണ് പറഞ്ഞത്. പിന്നെ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, മദീന പള്ളിയിൽ സംസാരിക്കുന്ന ഇത് കണ്ടപ്പോൾ പറഞ്ഞില്ലേ, നിങ്ങളെന്താ എന്താണ് പള്ളിയിൽ വെച്ച് സംസാരിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിൽ വെച്ചിട്ടാണല്ലോ നിങ്ങൾ സംസാരിക്കുന്നത്. നിങ്ങൾ വിദേശികളാണെന്ന് തോന്നുന്നല്ലോ. ലൗ കുന്തുമാ മിൻ അഹ്ലി മദീന ലഔജഅതുകുമാ, നിങ്ങൾ മദീനക്കാരാണെങ്കിൽ ഞാൻ നല്ല ചാട്ടവാർ കൊണ്ടുള്ള അടി തരുമായിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അതായത് നല്ല ശിക്ഷ ഞാൻ തരുമായിരുന്നു. അപ്പോൾ പള്ളിയിൽ വെച്ച് സംസാരിക്കുക എന്ന് പറയുന്നത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. എന്ത് പറയാം? ദീന് പറയാം, ഇൽമ് പറയാം, ദിക്ർ ചൊല്ലാം, അതിൻ്റെ മഹാത്മ്യം പറയാം, കാര്യങ്ങളൊക്കെ പറയാം. അതെല്ലാം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, സുഖങ്ങളൊക്കെ തന്നെയല്ലേ എന്നാൽ വന്ന് ഒരൊറ്റ സംസാരം ചോദിക്കുക. അതായത് ഇപ്പോൾ ഒരാൾ ഉംറ കഴിഞ്ഞ് വന്നു, ഹജ്ജ് കഴിഞ്ഞ് വന്നു, ഒരു യാത്ര കഴിഞ്ഞു, അസ്സലാമു അലൈക്കും, എന്താ വിശേഷം, എപ്പോഴാണ് വന്ന്, അൽഹംദുലില്ലാ, മതി. അത്ര നമുക്ക് പ്രശ്നമില്ല, അതൊരു മര്യാദയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴാണ് വന്ന്, ഏതായിരുന്നു ഫ്ലൈറ്റ് എപ്പോഴാണ് അവിടെ നിന്ന് എടുത്ത്, ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക, വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. അത് പറ്റൂല. ഇത് അള്ളാഹിൻ്റെ പള്ളിയാണ്, അള്ളാഹിൻ്റെ വീടാണ്. ഇവിടെ സംസാരിക്കേണ്ടത് അള്ളാഹുവിനോടാണ്, അല്ലെങ്കിൽ അള്ളാഹുവിന് വേണ്ടിയാണ്. ഇതല്ലാത്ത സംസാരങ്ങളൊക്കെ പുറത്ത് സ്ഥലമുണ്ടല്ലോ, അവിടെ പോയിരുന്നിട്ട് ഇരുന്നോ കിടന്നോ എങ്ങനെ സംസാരിക്കാമല്ലോ. അപ്പോൾ അതുപോലെ ബാങ്ക് വിളിക്കുമ്പോൾ സംസാരിക്കരുത്, ബാങ്ക് കേൾക്കുമ്പോൾ സംസാരിക്കരുത് എന്ന് പറയും. ഇപ്പം ഇനി ഒരു പള്ളിയിലാണെങ്കിൽ തന്നെ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്റ്റേജിൽ സംസാരിച്ച് വയല് നടക്കുകയാണെങ്കിൽ തന്നെ ബാങ്ക് കൊടുക്കുമ്പോൾ വയല് നിർത്തിയേക്കും.
ആ സമയത്ത് എന്താ പണി? ബാക്കിൽ വന്നിരുന്നിട്ട് അഞ്ഞിപ്പോൾ എന്താ കാട്ടുണ്ട്, ഇനി എങ്ങനെയൊക്കെ അജണ്ട, എപ്പോഴൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് ഈ സംസാരം. ഇതൊക്കെ ഗൗരവമുള്ള വിഷയമല്ലേ? ബാങ്ക് കൊടുക്കണ നേരത്തെ സംസാരിച്ചാൽ അവസാന കലിമത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആവണമെങ്കിൽ പണിയാണ്. അത് വളരെയധികം ശ്രദ്ധിക്കണം. ബാങ്ക് കൊടുക്കണ നേരത്തെ സംസാരിച്ചാലേ അവസാനത്തെ കലിമത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാവണമെങ്കിൽ പണിയാണ്. അതായത് അവസാനം മോശമാകലിനെ സൂക്ഷിക്കണം എന്നാണ്. അതായത് അവസാനം മോശമാകുമെന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് അറിഞ്ഞുകൂടെ, അധികം ആളുകൾ മരിച്ചു പോണത് അവസാന സമയം വളരെ മോശമായിട്ടാണ്. സംസാരിക്കാനോ ബോധം ഒന്നുമില്ലാതെയാണ് മിക്കവാറും ആളുകൾ മരിച്ചു പോകണം. അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ തന്നെ വഴി വെച്ചതാണ്. മാസാബുക്കും ഈ മുസീബത്തിൻ ഫബിമാ കസബത് എഴുതിക്കും. നിങ്ങളുടെ മുസീബത്തൊക്കെ വന്നത് നിങ്ങളുടെ കൈകൊണ്ട് നിങ്ങൾ സമ്പാദിച്ചു വെച്ച തന്നെയാണ്. പിന്നെ അതിന് അത് വിധി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ തന്നെ സമ്പാദിച്ചു വെച്ചതാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. പള്ളിയിൽ സംസാരിക്കരുത്, ബാങ്ക് വിളിക്കുന്നത് കേൾക്കുമ്പോൾ സംസാരിക്കരുത്. മാലം യഹ്ദസ് ബിഹി മുത്തഫഖുൻ അലൈഹി. ഇത് ഈ ഹദീസ് ബുഖാരിയിലും മുസ്ലിമിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ബോധം നൽകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ ഇഗ്ഫിർ ലനാ വർഹംനാ വലിവാലിദിനാ വലിമശായിഖിനാ വലിഅസ്സാതീദിനാ യാ റബ്ബൽ ആലമീൻ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി